ഹലോ ഓൾ. KTU യൂണിവേഴ്സിറ്റി ബിടെക് റിസൾട്ട് വരുമ്പോൾ മിക്ക ഫാക്കൽറ്റീസും റിസൾട്ട് അനാലിസിസ് ജനറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു വർക്ക് ബുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമുക്ക് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഓഫ് ദി റിസൾട്ട് നമുക്ക് കാണാനായി കഴിയും. അപ്പോൾ ഒരു റിസൾട്ട് അനാലിസിസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു റെഗുലർ ഗ്രൂപ്പ് ഓഫ് റിസൾട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാം. ഓക്കെ, സോ ഐ ആം സെലക്ടിങ് ഒരു ജസ്റ്റ് ഇത്ര ഒരു ഗ്രൂപ്പിനെ ഞാൻ സെലക്ട് ചെയ്തു. ജസ്റ്റ് കോപ്പിങ് ദാറ്റ് റിസൾട്ട്. എന്നിട്ട് ഞാനതൊരു നോട്ട് പാഡിലേക്ക് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ റിസൾട്ട് എല്ലാം ഒരു സിംഗിൾ ലൈനിലായിരിക്കണം. എന്നാൽ മാത്രമാണ് ആ വർക്ക് ബുക്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇൻ ദിസ് കേസ് നമുക്കിത് കാണാം, ഇവിടെ ഒരു റിസൾട്ട് വന്നിട്ട് 2 ലൈനായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു സ്പേസ് കൊടുത്തിട്ട് ദെൻ ഡിലീറ്റ് കൊടുത്തു. സോ ആ റിസൾട്ട് അങ്ങോട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു സ്പേസ് എന്തായാലും വേണം. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് ഓരോ സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ്സിൻ്റെ ഒരു ഡാറ്റാബേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ക്രെഡിറ്റ്സ് തൽക്കാലം ഇങ്ങനെ നോട്ട് പാഡിൽ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഹിയർ ഐ ആം ഗോയിങ് ടു കോപ്പി ഓൾ ദി റിസൾട്ട്. അപ്പോൾ ഞാൻ റിസൾട്ട് എല്ലാം കോപ്പി ചെയ്തു. ഓക്കെ, ദെൻ ഞാൻ എൻ്റെ വർക്ക് ബുക്ക് സെലക്ട് ചെയ്തു. ഇപ്പോൾ വർക്ക് ബുക്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതെല്ലാം ബ്ലാങ്ക് ആയിട്ട് കിടക്കുക, എല്ലാ ഡീറ്റെയിൽസും ബ്ലാങ്ക് ആണ്. അല്ലെങ്കിൽ അതർവൈസ് ദെയർ ഇസ് എ എറർ. ഓക്കെ, കാരണം ഞാൻ ഇതിൽ ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ല. സോ പേസ്റ്റ് റിസൾട്ട് ഹിയറിൽ A1 ഞാൻ ഇൻപുട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഐ ആം പേസ്റ്റിംഗ് ദി റിസൾട്ട് ഹിയർ. സോ ആ റിസൾട്ട് മാത്രമേ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ക്രെഡിറ്റ് ഞാൻ കോപ്പി ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ റെഫറൻസിന് വേണ്ടി മാത്രം വെച്ചിരിക്കുക. ഓക്കെ, പേസ്റ്റ് റിസൾട്ട് കൊടുത്താലും നമ്മുടെ റിസൾട്ട് അനാലിസിസ് ഷീറ്റ് ബ്ലാങ്ക് ആയിരിക്കും. അതിന് ഡാറ്റ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സോ ജനറേറ്റ് റിസൾട്ട് അനാലിസിസ്, ക്ലിക്ക് ഓൺ ദി ബട്ടൺ. നമ്മുടെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ബട്ട് CGPA മാത്രം അൺഫിൽഡ് ആയിരിക്കും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാനുവലായിട്ട് ക്രെഡിറ്റ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. 4, 4, 3. കാരണം ഞാൻ ഇതിനൊരു ഡാറ്റാബേസ് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇൻ കേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് എൻ്റർ ചെയ്തപ്പോൾ CGPA എല്ലാം ഹൈലൈറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, ഇൻ കേസ് ഫെയിലോ ആബ്സെൻ്റ് ആയാൽ CGPA 0 ആണ്. അതർവൈസ് CGPA is there. അതുപോലെ തന്നെ 3 സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് മാത്രം ഹൈലൈറ്റ് ചെയ്തൊന്നും വന്നിട്ടുണ്ടാവും. അവർ ടോപ്പേഴ്സാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് ഷീറ്റ് അല്ല, സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ദിസ് വൺ. ഓരോ സ്റ്റുഡൻറ്റ് എത്ര ഗ്രേഡ് വെച്ച് സ്കോർ ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു റിസൾട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റ് 3 ഔട്ട്സ്റ്റാൻഡിങ് എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 3 years, 2 A+ സ്കോർ ചെയ്തിട്ടുണ്ട്, 1 B സ്കോർ ചെയ്തിട്ടുണ്ട് ആൻഡ് 1 പാസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡാറ്റ അവിടെ അവൈലബിൾ ആയി. ഇനി ഇൻ കേസ് ഏതെങ്കിലും സ്റ്റുഡൻസ് ഫെയിലോ ആബ്സെൻറ്റോ ആയിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് ഏതാണെന്നുള്ളതും ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദിസ് ഈസ് ദി ഫസ്റ്റ് പാർട്ട്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ഈസ് ദി പെർഫോമൻസ് അനാലിസിസ്. അപ്പോൾ നമ്മളിവിടെ ഓരോ സബ്ജക്റ്റിൻ്റെ പെർഫോമൻസ് അനാലിസിസ് എടുക്കുക. ഓക്കെ, അറ്റ് ദി എൻഡ് യു ക്യാൻ സി ഈച്ച് സബ്ജക്റ്റിൻ്റെ പാസ് കൗണ്ട് ഉണ്ട്, പാസ് പെർസെൻറ്റേജ് ഉണ്ട്. ഈ സബ്ജക്റ്റിന് ഓരോ ക്രെഡിറ്റ് എത്ര കിട്ടിയിരിക്കുക, S കിട്ടിയത് 9 സ്റ്റുഡൻസ് ഉണ്ട്, A+ കിട്ടിയത് 2 സ്റ്റുഡൻസ് ഉണ്ട്. ആ ഒരു ഡീറ്റെയിൽസ് ആണ്. ഫെയിൽ, ആബ്സെൻറ്റ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നു. അതെല്ലാ സബ്ജക്റ്റിനെയും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു എറർ കാണിച്ചിരിക്കുന്നത് അവിടെ സബ്ജക്റ്റ് ഇല്ലാത്ത കാരണം മാത്രമാണ് അവിടെ എറർ കാണിച്ചിരിക്കുന്നത്. ദെൻ ഇവിടെ വരുന്നത് ഒരു അനാലിസിസ് പാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിന് ഒരു 5 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഔട്ട്സ്റ്റാൻഡിങ് കിട്ടിയ ആൾക്ക് S, എക്സലന്റ് A+ ആൻഡ് A, ഗുഡ് B+ ആൻഡ് B, ആവറേജ് C+ ആൻഡ് C, പുവർ D ആൻഡ് P, ആൻഡ് ഫെയിൽ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയും കൊടുത്തു. ആൻഡ് അതിൽ കിട്ടിയ പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ഇവിടെ ചെയ്തു. അത് വെച്ച് ഒരു പ്ലോട്ട് ഞാൻ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ EST 110 എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വളരെ കൂടുതലാണ്. അതിൽ ഫെയിലായ സ്റ്റുഡൻസ് വളരെ കുറവാണ്. ബട്ട് MAT 101 എന്ന് പറഞ്ഞ ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ CYT എടുക്കുമ്പോൾ ഫെയിലിയർ കൂടുതലാണ്. ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസ് കുറവാണ്. സിമിലർലി ഫെയിലിയർ റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ 3 സബ്ജക്റ്റിൻ്റെ ഏകദേശം ഗ്രാഫ് സെയിം ആണ്. ഇത് ചില കോളേജ് ഇങ്ങനത്തെ ഒരു ഗ്രാഫിക്കൽ അനാലിസിസ് എടുക്കാറുണ്ട്, ചിലവർ എടുക്കാറില്ല. ഞാൻ ജസ്റ്റ് ഓപ്ഷണലായിട്ട് ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് വരുന്നത് റാങ്ക് ആണ്. ഞാൻ അപ് ടു 5 റാങ്ക് വരെ കൊടുത്തിട്ടുണ്ട്. അവരുടെ രജിസ്റ്റർ നമ്പർ, അവരുടെ ടോട്ടൽ SGPA. ഓക്കെ,
പിന്നെ വരുന്നത് നമ്പർ ഓഫ് സബ്ജക്ട് ഫെയിലിയർ കൗണ്ട് ആണ്. 0 ഫെയിലായ എത്ര പേരുണ്ട്, 1 ഫെയിലായ എത്ര പേരുണ്ട്, ആ ഒരു ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെയിൽ പ്ലസ് ആബ്സെന്റ് വേറൊരു ഡീറ്റെയിലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 1 സബ്ജക്ട് ഫെയിലിയർ ആണ്. അപ്പോൾ 1 സബ്ജക്ട് ഫെയിലിയർ ആയ സ്റ്റുഡൻസ് 6 പേരാണുള്ളത്. അവരെ ഏതൊക്കെ സബ്ജക്റ്റിനാണെന്നുള്ളതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ MAT 101 മാത്രം പോയ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. സിമിലർലി CYT EST ഒരു സ്റ്റുഡന്റ് മാത്രം. അത് EST 130 എന്ന് പറഞ്ഞ സബ്ജക്ട് മാത്രം ഫെയിലായ 3 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ആ ഡീറ്റെയിലിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു STPA കാൽക്കുലേഷൻ, അതായത് STPA ഇൻ ബിറ്റ്വീൻ 9 and 10 6 സ്റ്റുഡൻസ് ഉണ്ട്. ഇൻ ദി റേഞ്ച് 8 7 ഉണ്ട്. ഇൻ ദി റേഞ്ച് 7 10 ഉണ്ട്. ആ ഒരു കാൽക്കുലേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ചില കോളേജിൽ വേറൊരു കാൽക്കുലേഷൻ ചെയ്യാറുണ്ട്. 0 സബ്ജക്ട് ഫെയിലായ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ്, അതായത് 1 സബ്ജക്ട് ഫെയിലായ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽ അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 0 അതായത് എല്ലാ സബ്ജക്റ്റിനും പാസ്സായ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽ ആണ് ഫസ്റ്റ് കോളത്തിൽ. അതുപോലെ 1 സബ്ജക്ട് ഫെയിലായ സ്റ്റുഡൻസിന്റെ, 2 സബ്ജക്ട് ഫെയിലായത്, 3 4 ആരുമില്ല, 5 ഒരാൾ. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 4 0 വരണം, 5 1 വരണം. അപ്പൊ നമ്മുടെ പെർഫോമൻസ് അനാലിസിസിന്റെ ഡാറ്റയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, 4 സ്റ്റുഡൻസ് 0 ആണ്, 5 സ്റ്റുഡൻസ് ഫെയിലായ ഒരാളുണ്ട്. അപ്പൊ ഇത്രയും ഡാറ്റകളാണ് ഞാനിവിടെ അവൈലബിൾ ആക്കുന്നത്. ഇതുപോലെ തന്നെ ഇനി ഇതിന്റെ ഫ്യൂച്ചർ വർക്ക് എന്ന് പറഞ്ഞ് ചെയ്യാനുള്ളത്, ഈ 1 സബ്ജക്ട് ഫെയിലിയർ ആണ് നമ്മൾ മിക്കപ്പോഴും അനാലിസിസിന് എടുക്കുന്നത്. അപ്പൊ ഈ സ്റ്റുഡൻസ് ഏത് സബ്ജക്റ്റിനാണ് ഫെയിൽ ചെയ്തതെന്നുള്ള ഡീറ്റെയിലും കൂടി ഇതിന്റെ ഒപ്പം തന്നെ കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്. അതായത് ഇൻ ബിറ്റ്വീൻ 9 and 10 6 സ്റ്റുഡൻസ് ഉണ്ട്. ആ സ്റ്റുഡൻസ് ഏതാണെന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. അതുപോലെ തന്നെ 8 and 8.9 7 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിന്റെ ഒരു ഫ്യൂച്ചർ വർക്ക് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്ന കോളേജിൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അനാലിസിസ് നടത്തുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഓൺ ദി കമന്റ് ബോക്സ്. ഐ വിൽ ട്രൈ ടു ഡെവലപ്പ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ് ഓൾസോ. അപ്പോൾ ഇത് നമ്മൾ ആകെ ഒരു 3 സ്റ്റെപ്പ് ചെയ്തോളൂ. ഫസ്റ്റ് റിസൾട്ട് കോപ്പി ചെയ്തു, നോട്ട് പാഡിൽ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് എല്ലാ റിസൾട്ടും ഒരു സിംഗിൾ ലൈൻ സെയിം ഫോർമാറ്റ് ആക്കി. ദെൻ അതെടുത്ത് എന്ത് ചെയ്തു, ഈ വർക്ക് ബുക്കിലേക്ക് പേസ്റ്റ് ചെയ്തു. പിന്നെ മാനുവലായിട്ട് ആകെ ചെയ്തത് ക്രെഡിറ്റ് എൻ്റർ ചെയ്തു. ഓരോ സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് നമ്മൾ ഈ ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുത്തു. വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആണ്.